കോട്ടയത്തെ മന്ത്രിയെ പുകഴ്ത്തി സീറ്റ് നഷ്ടമായ കോൺഗ്രസ് നേതാവ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഏറ്റുമാനൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി രാജീവ് ചെറയിലാണ് വിമത സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. മന്ത്രി വി എൻ വാസവനെ പൊതുപരിപാടിയിൽ പുകഴ്ത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകാതിരുന്നത് എന്ന് രാജീവ് 24 പറഞ്ഞു. മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി സംസാരിച്ചു. അദ്ദേഹം ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പുകഴ്ത്തി സംസാരിക്കുകയും ആ വിവരം DCCയുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ എന്നോട് ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് DCC നേതൃത്വം പെരുമാറി വരുന്നതിന്. അതിൻ്റെ തുടർച്ചയാണ് വാർഡ് കമ്മിറ്റി ഏകകണ്ഠമായി എൻ്റെ പേര് 2 പ്രാവശ്യം DCCയിലേക്ക് ശുപാർശ ചെയ്തെങ്കിലും എനിക്ക് സീറ്റ് നൽകാതെ ഈ വിദൂരത്തുള്ള ഈ വാർഡിൽ നിന്ന് വളരെ ദൂരെ താമസിക്കുന്ന ഒരാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. പറയൂ ടോബി. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും മന്ത്രി വി എൻ വാസവനെ പുകഴ്ത്തി സംസാരിച്ചതിന്റെ പേരിലാണ് തനിക്ക് സീറ്റ് നഷ്ടമായതെന്നാണ് ഇപ്പോൾ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി രാജീവ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്, ഏറ്റുമാനൂർ ലൈബ്രറിയുടെ ഒരു സെക്രട്ടറിയാണ് അദ്ദേഹം. അവിടെ ഒരു പദ്ധതി വി എൻ വാസവൻ ഇടപെട്ട് കൊണ്ടുവന്നിരുന്നു. ഒരു 4 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോഴാണ്, അതിന്റെ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് മന്ത്രിയെ അല്പം പുകഴ്ത്തി സംസാരിച്ചത്. അന്ന് തൊട്ട് കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ചും DCC പ്രസിഡന്റ് അടക്കമുള്ളവർ തനിക്കെതിരെ നീങ്ങുകയാണ്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഇത്തവണ ഏറ്റുമാനൂരിലെ 32ാം വാർഡിൽ മത്സരിക്കുന്നതിന് വേണ്ടി തന്റെ പേര് ശുപാർശ ചെയ്തു. പക്ഷേ DCC പ്രസിഡന്റ് നാട്ടക സുരേഷ് അടക്കമുള്ളവർ അത് വെട്ടിക്കളയുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ളൊരു കാരണം കൂടി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DCC പ്രസിഡന്റ് നാട്ടക സുരേഷ് ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിക്കാൻ, അടുത്ത നിയമസഭയിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എതിർ സ്വരങ്ങളെ എല്ലാം വെട്ടിനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്നെയും ഒഴിവാക്കാൻ ശ്രമിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വളരെ കാലമായിട്ട് KSUവിലൂടെയൊക്കെ പ്രവർത്തിച്ച് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി ഏറ്റുമാനൂർ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാജീവ്. അതുകൊണ്ട് തന്നെ 32ാം വാർഡിൽ വലിയ വിജയം നേടാൻ സാധിക്കുമെന്നും പറയുന്നു. വിഷ്ണു ചെമ്മണ്ടവള്ളി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനാണ് ഈ സീറ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുകൾ നേർക്കുനേർ പോരാടുന്ന ഒരു മത്സരത്തിലേക്ക് ഏറ്റുമാനൂർ നഗരസഭയിലെ 32ാം വാർഡ് മാറുകയാണ്. എന്തായാലും മന്ത്രിയെ പുകഴ്ത്തിയതിനാണ് കോൺഗ്രസ് നേതാവിന് സീറ്റ് നഷ്ടമായതെന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.